നാളത്തെ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ? അത്തരത്തിലൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. വൃക്ഷസമ്പന്ന നഗരമാകാൻ വിത്ത് പന്തുകൾ തയ്യാറാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 6000-ത്തിലധികം സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച് 4 ലക്ഷത്തിലധികം വിത്ത് പന്തുകളാണ് നഗരസഭ തയ്യാറാക്കിയത്. 2050-നുള്ളിൽ തലസ്ഥാന നഗരത്തെ കാർബൺ രഹിതമാക്കുകയാണ് ലക്ഷ്യം. പുത്തരിക്കണ്ട മൈതാനത്തൊരുക്കിയ പടുകൂറ്റൻ പന്തലിനുള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സ്കൂൾ കുട്ടികൾ. തലസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ രാവിലെ 7 മുതൽ പന്ത് നിർമ്മാണത്തിലാണ്. കളിമണ്ണ് കുഴച്ച് അതിൽ പലവിധ വൃക്ഷങ്ങളുടെ വിത്തുകൾ ചേർത്ത് അവരുണ്ടാക്കിയ മൺപന്തുകളാണിത്. ഒരു 150-200 ഉണ്ടാക്കി കാണും. അല്ല, നമ്മൾ ടീം വർക്ക് ആയിരുന്നു ചെയ്തത്. 30-40 അടുപ്പിച്ചൊക്കെ. ഒരാളല്ല, എല്ലാരും കൂടെ ഉണ്ടാക്കി. എല്ലാരും കൂടെ ടീമായിട്ട് ഉണ്ടാക്കി. കുട്ടികൾ ഉണ്ടാക്കിയ പന്തുകൾ നഗരപരിധിയിലെ വിവിധയിടങ്ങളിൽ നിക്ഷേപിക്കും. പൊതു ഇടങ്ങളിലും സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാകും വിത്ത് പന്ത് നിക്ഷേപിക്കൽ നടത്തുക. നമ്മൾ ശരിക്കും ഇതൊരു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടി എന്നതിനപ്പുറം ഇന്ന് രാവിലെ കുട്ടികൾ വന്നത് മുതൽ എന്നോട് ആവശ്യപ്പെടുന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ പരിപാടി വെക്കാൻ പറ്റുമോ എന്നാണ്. അല്ലേ? അങ്ങനെയല്ലേ ചോദിച്ചത്? ഇടയ്ക്കിടയ്ക്കൊക്കെ പരിപാടി വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പം അത്ര തന്നെ സന്തോഷം കുഞ്ഞുങ്ങൾക്കുണ്ട്. അപ്പോൾ പരിസ്ഥിതി സ്നേഹം, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറുകയാണ്. ഇവിടെ നിർമ്മിച്ച മുഴുവൻ സീഡ് ബോളുകളും അത് നമ്മുടെ സ്കൂളുകളാകട്ടെ, പൊതു ഇടങ്ങളാകട്ടെ, ഓഫീസുകളാകട്ടെ, നമ്മുടെ നഗരത്തിൽ സാധ്യമായ എല്ലായിടത്തും ഇത് നിക്ഷേപിച്ച് അത് വളരാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ. തീർച്ചയായിട്ടും നഗരത്തെ കാർബൺ രഹിതമാക്കുന്നതിനോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആഘാതങ്ങൾക്ക് പരിഹാരം കാണുക കൂടി ലക്ഷ്യമാണ്. ഇതിനായി വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ഗ്രീൻ ബജറ്റും നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബജറ്റ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സൗഹൃദം എന്ന ആശയത്തിലൂന്നി തയ്യാറാക്കിയ ഗ്രീൻ ബജറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് തദ്ദേശ സ്ഥാപനം ഹരിത ബജറ്റ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.